എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങളുടെ പുതിയൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഈ വരുന്ന മെയ് 9 റിലീസ് ചെയ്യുന്നുണ്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് പേര്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, അരികിൽ നീ ഉണ്ടായിരുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ച തുടങ്ങുന്നത് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറിയിലാണ്. ശിവേട്ടനായിരുന്നു അതിന്റെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ശ്രാവൺ, ഈ ഡയറക്ടർ ശ്രാവൺ എന്നാണ് പേര്. പുള്ളിക്കാരന്റെ ശ്രീകാന്തിന്റെ ആദിരാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു അത് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരനായിട്ട് ശ്രാവണായിട്ട് വരുന്നതാണ് അസോസിയേറ്റ് ചെയ്യുന്ന അടുത്ത പ്രൊജക്ട്. അതും എനിക്ക് തോന്നുന്നു അതും മില്യൺസ് പോയിട്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അതും നല്ല സ്റ്റോറി, കൊച്ചു സ്റ്റോറി. ഞാൻ കുറച്ച് മുമ്പേ സത്യത്തിൽ അത് കണ്ട, പക്ഷെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂഷൻ ടീച്ചറിലേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പം സീസൺ 2 ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 3 കംപ്ലീറ്റ് ആയ. ഓക്കെ. അപ്പം ട്യൂഷൻ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ പഴയ മെമ്മറീസിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനത്തെ അത്രയും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ ടീച്ചറാണ് അതിൽ കണ്ടപ്പോൾ. എങ്ങനെയാണ് അതിലേക്ക് ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ട്യൂഷൻ വീട്ടിലേക്ക് ഡയറക്ടർ ഇൻസ്റ്റഗ്രാം ത്രൂ എനിക്ക് മെസ്സേജ് അയച്ചതായിരുന്നു. നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഫോട്ടോ, ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ആപ്റ്റാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഫോണിൽ സംസാരിച്ചു, അങ്ങനെ കണക്ട് ആയതാണ്. ഓക്കെ. ഇതിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആദ്യം നറേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണെന്ന് മനസ്സിലായി. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ റിലീസാകാം, അത് പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഇത് ചെയ്യാമെന്ന് തോന്നിച്ച ഫാക്ടർ എന്തായിരിക്കും? ഇല്ല, എൻ്റെ അടുത്ത് ശ്രാവൺ ഇത് ഈ സ്ക്രിപ്റ്റ് ആയിട്ട് ഞങ്ങളൊരു 2-2.5 വർഷമായി ശ്രാവൺ എനിക്ക് ഈ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട്. പിന്നെ അതിന് കുറെ മാറ്റങ്ങൾ വന്നിരുന്നു, പിന്നെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് ഒരു ഒരു ഇമോഷണൽ ലവ് സ്റ്റോറിയാണ് ഇത്. അപ്പം അത് വായിച്ചപ്പോഴൊക്കെ അത് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നീണ്ടുപോയെന്നേ ഉള്ളൂ. അപ്പം സ്ക്രിപ്റ്റ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് വലിയ പരിപാടിയൊന്നും അല്ല, ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ്. ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹോസ്പിറ്റലാണ് മെയിൻ ലൊക്കേഷൻ. ഇങ്ങനെ ഒരു സോഫയല്ല, ഒരു ഹോസ്പിറ്റലിലെ ചെയറും ഒക്കെ ആയിട്ട് ഒരു കുറച്ച് നേരത്തെ ഞങ്ങളുടെ കുറച്ച് കോൺവെർസേഷനാണ് ഈ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം. ശ്രീകാന്തിന്റെ ആദിരാത്രിയും ഒരു ലവ് സ്റ്റോറിയാണ്. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷെ ആ ലവ് സ്റ്റോറി ഒരു നെഗറ്റീവ് വേയിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതും ഒരു ലവ് സ്റ്റോറിയാണ്. ഇതെങ്ങനെയായിരിക്കും ഞങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അല്ല, ഇത് കുറച്ചും കൂടി എനിക്ക് ഇമോഷണലി കുറച്ച് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും അല്ലേ? അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. ഓക്കെ. നമ്മളിപ്പം എന്തായാലും ഔട്ട് ഓഫ് ദ കാര്യങ്ങൾ സംസാരിക്കണമല്ലോ. അപ്പം ലവ് സ്റ്റോറീസിനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഷഫ്നേനെ എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ലവ് സ്റ്റോറീസ് അറിയാം. എങ്കിലും നിങ്ങളുടെ പ്രണയം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പല ഫോട്ടോസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. പ്രണയം പറയണ്ടല്ലോ, കുറെ വർഷമായി കല്യാണം. അതെ, കുറെ വർഷമായി. പക്ഷെ ഓരോ ഫോട്ടോസ് ഇടുമ്പോഴും അതിനൊരു വേറൊരു പ്രത്യേകതയാണ്. അതിൻ്റെ അത് കമന്റ് കാണാൻ, ഷഫ്നയുടെ നോട്ടങ്ങളെ പറ്റിയൊക്കെ കമന്റുകൾ ഞാൻ കാണാറുണ്ട്. അപ്പം ഈ നമ്മുടെ സിനിമ പോലെ തന്നെ നിങ്ങളുടെ പ്രണയം ടിൽ നൗ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടരും. ഓക്കെ. അപ്പം ആ ഒരു കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുപോവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയും നിങ്ങളുടെ പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയാസ് ആക്റ്റീവ് അല്ല, ഫോൺ ഉള്ളൂ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രണയം? എങ്ങനെയായിരുന്നു? അതെങ്ങനെയായിരുന്നു എൻജോയ് ചെയ്ത്? അത് എനിക്ക് അത് അല്ല, ഓരോ കാലഘട്ടത്തിൽ പ്രണയമൊക്കെ തന്നെയാണ്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഷഫ്നിക്ക് അന്ന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ലാൻഡ് ഫോണിലും ഒക്കെ ആയിരുന്നു. പിന്നെ മെയില്, ഓർക്കുട്ടിന്റെ കാലമായിരുന്നു. കൂടുതലും മെയിലായിരുന്നു, ഇമെയിലായിരുന്നു കൂടുതലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ലാൻഡ് ഫോൺ, അങ്ങനെയായിരുന്നു പരിപാടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.